മെഡിക്കൽ കോളേജുകളിലെ സമരം ശക്തമാക്കി KGMCTA. നാളെ മുതൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ ഉണ്ടാകൂ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് KGMCTA സംസ്ഥാന പ്രസിഡന്റ് റോസ്നാര ബീഗം പറഞ്ഞു. ഞങ്ങളിപ്പോൾ OP ബഹിഷ്കരണം, അക്കാഡമിക് ബഹിഷ്കരണം തുടങ്ങിയിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ഇത്രയും ആയിട്ടും ഞങ്ങൾക്ക് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നോ ഫൈനാൻസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ യാതൊരുവിധ അറിയിപ്പും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം തുടർന്ന് തന്നെ പോകും. നാളെ സെക്രട്ടേറിയറ്റ് ധർണ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നോൺ എമർജൻസി സർവീസസ് എല്ലാം തന്നെ ബഹിഷ്കരിക്കുന്നതായിരിക്കും. മിനിസ്റ്റർ പറഞ്ഞ കാര്യം അഗ്രി ചെയ്തു എന്നുള്ളത് ശരിയാണ്, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരാരും ചെയ്തില്ല. എൻട്രി കേഡറിലെ കറക്ഷൻ മാത്രമാണ് അതിൽ ചെയ്തു തന്നത്. അതിൽ തന്നെ അപാകത ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ സമരം ചെയ്തിട്ട് തന്നെയാണ് ആ എൻട്രി കേഡറിൻ്റെ മാറ്റി തന്നത്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തി കാര്യങ്ങൾ പരിഹരിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്നലെ ന്യൂസ് വന്നത്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിജിൻ, ഈ ചർച്ചകൾക്കൊന്നും പരിഹാരമുണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്? നൗഫൽ, അധിക തസ്തികകൾ സൃഷ്ടിക്കുക, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് KGMCTയും ഡോക്ടർമാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ പലതവണ ചർച്ച നടത്തിയ ധനമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുന്നുവെങ്കിലും പക്ഷേ ഇതിലൊന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് KGMCTA ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമായി തുടരാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ എന്ന് വ്യക്തമാക്കിയത്. മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള, ഒപ്പം തന്നെ അധ്യാപന ജോലിയിൽ നിന്നുൾപ്പെടെ മാറി നിന്നുകൊണ്ടുള്ള സമരമാണ് നിലവിൽ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കൂടി വ്യാപിപ്പിക്കുകയാണ്. എന്തായാലും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് എന്തായാലും KGMCTA ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും എന്നുള്ളതാണ് KGMCTA തന്നെ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന സംശയം ഉണ്ട് എന്നുള്ളതാണ് KGMCTA സംസ്ഥാന പ്രസിഡന്റ് റോസ്നാര ബീഗം നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും കേസ് സുപ്രീം കോടതിയിലാണെന്നുള്ള മന്ത്രിയുടെ മറുപടി അത് ശരിയല്ല. സുപ്രീം കോടതിയിലുള്ളത് UGC ഗ്രാന്റുമായി ബന്ധപ്പെട്ട കേസാണ്. ആ UGC ഗ്രാന്റ് തങ്ങൾക്ക് നിലവിൽ ബാധകമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്.